ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ രാവിലത്തെ ഫുഡ് ഇതാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു പൊങ്കലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ചെറുപയർ മുളപ്പിച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചാമേരി എടുക്കാം കേട്ടോ. ചാമേരി കൊണ്ടാണ് ഞാൻ പൊങ്കൽ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. നന്നായിട്ട് ഉണ്ടാകും കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ പൊങ്കലിന് ഞാൻ 2 കയ്യിൽ എടുത്തിട്ടുണ്ട്. പിന്നെ മുളപ്പിച്ച് ചെറുപയറും കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ മുളപ്പിച്ചതാണ് കേട്ടോ. അപ്പം ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. പിന്നെ ഒരു 2 പ്രാവശ്യമൊക്കെ കഴുകിയ ശേഷം നമുക്ക് പിന്നെ വേകാൻ വെക്കാണ്ട് നല്ലോണം നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. വേഗമൊക്കെ വേഗം നമ്മൾ ഈ ചാമേരിയില് കുറേ നേരമൊന്നും വേകില്ല. വേഗം നമുക്ക് പെട്ടെന്ന് ഈ റവ മാതിരിയൊക്കെ വേഗം വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഞാനത് പിന്നെ ചെറുപയർ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ശേഷം കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളക് നമ്മൾ പൊങ്കലിനൊക്കെ ഇടില്ലേ അതേമാതിരി തന്നെ. പിന്നെ ചെറുപയർ മുളപ്പിച്ചതുണ്ടല്ലോ അതിനെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ധാരാളം ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ പെരുങ്കായപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു മണവും ഉണ്ടാകും. പിന്നെ പെരുങ്കായും പിന്നെ കായും ഒക്കെ ഇടുമ്പോൾ നല്ലൊരു മണം ഉണ്ടാകും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതിൽ പിന്നെ 1 കപ്പ് നിറയെ ഒഴിച്ചിട്ടുണ്ട്. 1.5 കപ്പോളം ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. ഞാനിതിൽ 2 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യിൻ്റെ നല്ലൊരു മണം ഉണ്ടാകും. ഇപ്പോൾ പൊങ്കലിന് നമ്മൾ സാധാരണ കിട്ടുന്നത് തന്നെ ഇതിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ചെറുപയർ പിന്നെ മുളപ്പിച്ചതായിട്ടിരിക്കണം. പിന്നെ നമ്മുടെ ചാമേരിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പച്ചരിയും ചെറുപരിപ്പൊക്കെ എല്ലാം ഇടുക. പിന്നെ നമുക്കിതിന് കൂട്ടായിട്ട് നമ്മൾ സാമ്പാറാണ് ഉള്ളത്. സാമ്പാർ പിന്നെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പൊങ്കൽ സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ. ചൂടോടെ കഴിക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നമുക്ക് പറ്റില്ല. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് പൊങ്കൽ കഴിക്കാം കേട്ടോ. രാവിലെ ചൂടോടെ കഴിക്കുക. ഈ മഴ സമയത്തൊക്കെ നമ്മൾ ഈ അരി ഭക്ഷണമൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല ഹെൽത്തായിട്ട് ഇരിക്കും കേട്ടോ. നല്ല ആരോഗ്യമൊക്കെ കിട്ടും. പിന്നെ ഞാനിത് ഏട്ടന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള പൊങ്കലാണ്. ഓ, ഇതാ ചൂടോടെ കഴിക്കണം. എനിക്ക് ഇഷ്ടമായ സംഭവമാണ് കേട്ടോ പൊങ്കൽ. പിന്നെ സാമ്പാർ ഒഴിച്ചിട്ട് ഏട്ടന് കഴിക്കാൻ കൊടുക്കുക. പിന്നെ ഞാൻ കഴിക്കാൻ എടുക്കാം കേട്ടോ. നിറയെ സാമ്പാർ ഒഴിക്കുക. അല്ലെങ്കിൽ ചട്നി ആണെങ്കിലും കുഴപ്പമില്ല. ചട്നി നന്നായിരിക്കും, സാമ്പാറും നന്നായിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ ഏട്ടന് കഴിക്കാൻ കൊടുത്തു. ഇനി ഞാൻ കഴിക്കാൻ എടുക്കട്ടെ. നിങ്ങളൊന്ന് ചാമേരിയെ കൊണ്ട് പൊങ്കൽ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിത് കഴിക്കട്ടെ കേട്ടോ. നല്ല ചൂടോടെ കഴിച്ചാലേ എനിക്കത് ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ടാകുള്ളൂ, നന്നായിട്ടുണ്ടാകുള്ളൂ. അപ്പം ഞാനിത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി കഴിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബായ്.